ഹലോ, വളരെയധികം സന്തോഷം. ഇപ്പോൾ പല ഓഫീസുകാരും വീഡിയോ കോമ്പറ്റീഷൻ മത്സരം വെക്കുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. ഇപ്പോഴത്തെ യുവതലമുറകൾക്ക് നല്ല മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് വീഡിയോ കോമ്പറ്റീഷൻ. ഇപ്പോൾ ഉള്ള കുട്ടികളൊക്കെ അധികം ചെയ്യുന്നത് എൻ്റർടൈൻമെൻറ്റിലും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ നല്ല ടോപ്പിക്കുകൾ കൊടുത്തിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മെസ്സേജ് കിട്ടും, നല്ലൊരു രീതിയിലേക്ക് മാറ്റാനും കഴിയും. വളരെ നല്ലൊരു കാര്യമാണത്. ഇത് ഫോറസ്റ്റുകാർ വെച്ച വീഡിയോ കോമ്പറ്റീഷനാണ്. വിഷയം വളരെയധികം ഇഷ്ടപ്പെട്ടൊരു വിഷയമാണ് ബയോഡൈവേഴ്സിറ്റി അറൗണ്ട്. ഇങ്ങനത്തെ വിഷയങ്ങളിലേക്കൊക്കെ ചിന്ത മാറ്റിക്കഴിഞ്ഞാൽ ഒരു ഉപകാരവും ഇല്ലാത്ത ഒരു എൻ്റർടൈൻമെൻറ്റ് റീലുകൾ കണ്ട് സമൂഹം തന്നെ ചിന്താശക്തി ഇല്ലാത്ത രീതിയിലേക്ക് മാറുന്നതിൽ നിന്നൊക്കെ തടയാൻ വളരെയധികം സാധിക്കും. ഫോറസ്റ്റുകാർ ഈ ഒരു ടോപ്പിക്ക് ഇട്ടപ്പോൾ ഞാൻ കുട്ടികൾക്ക് പരമാവധി സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഒരു വീഡിയോ. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 20-ാം തീയതിയാണെന്ന് ഞാൻ മനസ്സിനകത്ത് 26 കരുതിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ റോഷനെ എന്ത് ചെയ്തു, പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് എത്തിയതാണ്. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന്. അപ്പോൾ ഓടി വന്നിട്ട് എടുത്തതാണ്. ഈ 3 ഔട്ട് എടുക്കണമല്ലോ, അത് ഫുള്ള് ഫോണിൽ തന്നെയാണ് മൊത്തം ചെയ്തത്. ഓരോ വീഡിയോ തന്നെ 10 GB മുകളിലോട്ടാണത്. അങ്ങനെ പെട്ടെന്ന് തന്നെ 5 മണിക്കുള്ളിൽ ഔട്ട് എടുത്ത് ഒരു 5:05 ആ ടൈമേ ആയിട്ടുള്ളൂ. ആ സമയത്ത് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞാൽ അയ്യോ ടൈം കഴിഞ്ഞ് എടുക്കൂലെന്ന്. വളരെ നല്ല കാര്യം. അങ്ങനെ അത്രത്തോളം ഷാർപ്പായിട്ടുള്ള ആളുകളെയാണ് നമുക്ക് വേണ്ടത്. എന്തായാലും ഞാനിത് എടുത്തതല്ലേ, ഈ ഒരു ആവേശത്തിന് വേണ്ടിയാണ് എടുത്തത്. ഇനിയൊരു വേറൊരു ആവേശത്തിന് വേണ്ടി ഇത് യൂസ് ചെയ്യാനും പറ്റൂല. പുറത്തുള്ള ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ ഒരു 5 മിനിറ്റ് താമസിച്ചാൽ ഇവിടെ അതൊന്നും പറ്റൂല. ഇവിടെ ഇങ്ങനെയാണ്, നിയമം വിട്ട് ഒരു കളിയില്ല. പെട്രോൾ പമ്പിൻ്റെ അവിടുത്തെ അത് കണ്ടില്ലേ, 2 ആഴ്ച കഴിഞ്ഞാൽ മാത്രമേ 300 രൂപയ്ക്ക് പെട്രോൾ അടിക്കൂ. അത് ഒരു ദിവസം ഉണ്ടെങ്കിൽ അടിച്ചു തരൂല. ഇനി എത്ര ദിവസം ക്യൂ നിന്നാലും കണക്കേനെ. അപ്പം അതങ്ങനെയാണ് പോകുന്നത്. എന്തായാലും അത് വളരെയധികം നല്ല കാര്യമായി അത് അവർ അങ്ങനെ വാങ്ങിക്കാത്തത്. എന്തായാലും എനിക്കിത് അപ്ലോഡ് ചെയ്യണമല്ലോ. അപ്പം ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ തുടങ്ങിയിട്ട് അതിലിടാൻ വേണ്ടിയാണ്. അപ്പോൾ കുട്ടികൾക്ക് കാണാമല്ലോ, വെറുതെ കണ്ട കുട്ടികൾ ആശിച്ച് അത് ചെയ്തതല്ലേ. അപ്പോൾ ആദ്യം മുതലേ എന്നെ എല്ലാവരും യൂട്യൂബർ എന്നൊക്കെ വിളിക്കുന്നുള്ളൂ. ഇന്നേ വരെ എനിക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊന്നും ഇല്ല. ഈ വീഡിയോ എടുക്കും, എഡിറ്റിംഗ് ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യും എന്നില്ലാണ്ട് ഈ സാധനം നോക്കാനോ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ അത് നോക്കാൻ പോലും ഉള്ളൊരു ടൈം കിട്ടലില്ല. എന്തായാലും അവരത് എടുക്കാത്തത് വളരെയധികം നന്നായി. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റിയത്. ഇപ്പോൾ പറ്റുവാണെങ്കിൽ ഇനി ഒരുപാട് വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. ഓക്കെ.